ഹായ് ഓൾ, വെൽക്കം ടു ലൈഷ് ഡിസൈനർ ഹൗസ്. ലൈഷ് ഡിസൈനർ ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിയേഴ്സ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒത്തിരി വെറൈറ്റി ഓഫ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ച് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓണത്തിന് ഒത്തിരി വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സമയക്കുറവ് കൊണ്ട് ഇവിടെ ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് അത്തരം വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനിത് വെയർ ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് നമ്മൾ ആക്ച്വലി ദശപുഷ്പം സീരീസിലേക്ക് എടുത്ത ഒരു സെറ്റാണ്. ഇതിൻ്റെ 4 കളേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു ദശപുഷ്പം സീരീസിലേക്ക്. അപ്പോൾ നമുക്ക് അതും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമ്മൾ ആക്ച്വലി ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 1155 റുപ്പീസാണ്. അപ്പോൾ ഞാനിന്ന് വെയർ ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ലാവൻഡർ ഫ്ലവേഴ്സിൻ്റെ കോമ്പിനേഷൻ വരുന്നതാണ്. 4 കളേഴ്സ് നമുക്ക് വേറെയും അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഷോർട്ട്സിൽ കാണാം കേട്ടോ. അതേപോലെ തന്നെ വാട്സപ്പിലൂടെയാണ് ബുക്കിംഗ്സ് പോസിബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫാബ്രിക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ മുകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അവൈലബിലിറ്റിയുടെ കൂടെ എത്ര മീറ്ററാണ് റിക്വയർമെൻറ്റ് എന്ന് കൂടി പറയുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചാറ്റ്സ് നോക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഫാബ്രിക്സ് ഒക്കെ. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ജൂട്ട് ഓർഗൻസ ഫാബ്രിക്സിൻ്റെ കളക്ഷനാണ്. ഇതേപോലെ തന്നെ സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. മെയിനായിട്ട് ഒരു കളറും അതിനോടൊപ്പം സിൽവറിൻ്റെ സ്ട്രൈപ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 280 ആണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് പിങ്കിൻ്റെ കോമ്പിനേഷനാണ്. പിങ്ക് വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ആണ് സ്ട്രൈപ്സ് വരുന്നത്. അപ്പോൾ 44 ഇഞ്ചസ് ആണ് വരുന്നത്. ഈക്വലി സാരി മേയ്ക്കാനും ഡ്രസ്സസിനൊക്കെ വളരെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടു നോക്കാം. 44 ഇഞ്ചസ് ആണ് ഫാബ്രിക്കിന് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിൻ്റെ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, പിന്നെ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ക്രീമിഷ് കളറാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മൾബറി ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് പീച്ചാണ്. പീച്ച് വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ആണ്. ഈക്വലി നമുക്ക് ബ്ലൗസസ് സ്റ്റിച്ച് ചെയ്യാനും കുർത്ത മേയ്ക്കാനും കൂടി വളരെ നല്ലതാണ്. 280 ആണ് മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് റെഡ് ആണ്. ആൻഡ് ഫൈനലി വരുന്നത് നേവി ബ്ലൂ വിത്ത് ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ജൂട്ട് ഓർഗൻസ ഫാബ്രിക്സ് തന്നെയാണ്. ജൂട്ട് ഓർഗൻസിൽ ഇതേപോലെ ലൈൻസും ബുട്ടാസും ഈക്വലി വരുന്ന ഫാബ്രിക് ആണ്. ദുപ്പട്ട മേയ്ക്കാനും അതേപോലെ തന്നെ സാരീസിനും ഡ്രസ്സസിനൊക്കെ വളരെ നല്ലതാണ്. 44 ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലേക്ക് ഗോൾഡൻ ബുട്ടാസും ടോൺ ടു ടോൺ കളറിൻ്റെ സ്ട്രൈപ്പും വരുന്നതാണ്, ലൈൻസും വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം ബാക്കി അവൈലബിൾ കളേഴ്സ് കണ്ടു നോക്കാം. ജൂട്ട് ഓർഗൻസ ഫാബ്രിക്കിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വിത്ത് ഗോൾഡൻ ബുട്ടാസ്. അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്, വയലറ്റ്, നല്ലൊരു ക്രീം കളർ, യെല്ലോ, ഗ്രീൻ ആൻഡ് ഫൈനലി വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. 280 ആണ് മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെമി സിൽക്കിൽ ഇതേപോലെ തന്നെ ഗോൾഡൻ ആൻഡ് സിൽവർ സ്ട്രൈപ്സ് കുറച്ച് ബ്രോഡായിട്ട് വരുന്ന ഫാബ്രിക് ആണ്. ഇതിൻ്റെ കളേഴ്സ് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 280 ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. ഇപ്പം നമ്മൾ കാണുന്നത് ഒണിയൻ ഷെയ്ഡിലേക്ക് സിൽവർ ആൻഡ് ഗോൾഡിൻ്റെ കോമ്പിനേഷൻ വരുന്നതാണ്. 2 more കളേഴ്സ് അവൈലബിൾ ആണ്, കണ്ടു നോക്കാം. നെക്സ്റ്റ് സ്ട്രൈപ്പ് പാറ്റേണിൽ വരുന്നത് റെഡ് കളറാണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത്. ആൻഡ് ഫൈനലി വരുന്നത് നല്ലൊരു ക്രീം ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു ഫാബ്രിക് വന്നിരിക്കുന്നത് ജൂട്ട് ഓർഗൻസയിൽ തന്നെയാണ്. റീസ്റ്റോക്ക് ഐറ്റം ആണിത്. ബ്രിക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ആൻറ്റി ഗോൾഡ് സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ സാരി മേയ്ക്കാനും കുർത്തയ്ക്കും സ്കേർട്ടിനൊക്കെ നന്നായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഫാബ്രിക്കിൻ്റെയും മീറ്റർ റേറ്റ് വരുന്നത് 265 ആണ്. ഫസ്റ്റ് കാണുന്നത് ബ്രിക്ക് ഷെയ്ഡാണ്. അതിൻ്റെ തന്നെ ഓറഞ്ച് കളർ കൂടി അവൈലബിൾ ആണ്. 265 ആണ് രണ്ടിൻ്റെയും മീറ്റർ റേറ്റ് വരുന്നത്.
നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ചന്തേരിയിൽ ഓൾ ഓവർ ഇതേപോലെ ബുട്ടാസ് വരുന്നതാണ്. ഓണത്തിനൊക്കെ ഒത്തിരി സെയിലായ ഐറ്റമാണ്. നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ ബ്ലൗസസിനും ഒക്കെ എടുക്കാവുന്നതാണ്. സെറ്റ് സാരിയുടെ കൂടെയൊക്കെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാനും കുർത്ത സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. 210 ആണ് മീറ്റർ റേറ്റ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലാക്കിൽ ഇതേപോലെ തന്നെ ആൻറ്റി ഗോൾഡ് ബുട്ടാസ് വരുന്നതാണ്. ഇതിൻ്റെ അവൈലബിൾ കളേഴ്സ് കണ്ടു നോക്കാം. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്, ഡാർക്ക് പിങ്ക്, ഇലക്ട്രിക് ബ്ലൂ, ഡാർക്ക് വൈൻ കളർ, ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഫൈനലി വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. 210 ആണ് മീറ്റർ റേറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബ്രൊക്കേഡ് ഫാബ്രിക്സ് ആണ്. പിന്നെ വെഡ്ഡിങ് സീസണൊക്കെ വരുമല്ലേ, അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ബ്ലൗസിനും ധാവണിയൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. ആക്ച്വലി ഇത് നമുക്ക് ഓണം ടൈമിലാണ് വന്നത്. അപ്പോൾ ടൈം കിട്ടാതിരുന്നത് കൊണ്ട് നമുക്കത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 260 ആണ് മീറ്റർ റേറ്റ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത്. വൺ സൈഡാണ് ബോർഡർ വരുന്നത്. ഈവൻ നമുക്ക് സാരിയായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. 44 ഇഞ്ചസ് ആണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ ബോർഡറിൻ്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് അവൈലബിൾ കളേഴ്സ് കണ്ടുനോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡീപ്പ് പിങ്ക് ഷെയ്ഡാണ്, ബോട്ടിൽ ഗ്രീൻ, ടീൽ ഗ്രീൻ, ഓണിയൻ പിങ്ക്, മെറൂൺ, പിസ്ത ഗ്രീൻ, യെല്ലോ, blush pink, mustard yellow, dark wine, red and finally വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. മീറ്റർ റേറ്റ് വരുന്നത് 260 ആണ്. നെക്സ്റ്റ് നമുക്ക് സാരി ആയിട്ടും അതേപോലെ തന്നെ കുർത്തയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേഞ്ച് വരുന്ന വിചിത്ര സിൽക്ക് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം. ഇതേപോലെ ടോൺ ടു ടോൺ സെയിം കളറിൻ്റെ ഒരു ലൈനിങ് പോലെ പോകുന്നുണ്ട് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട്. മീറ്റർ റേറ്റ് വരുന്നത് 115 പെർ മീറ്റർ ആണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡാണ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. ഈവൻ സാരി ആയിട്ട് യൂസ് ചെയ്യാനും കൂടി വളരെ നല്ലതാണ്. നെക്സ്റ്റ് അവൈലബിൾ കളേഴ്സ് കണ്ടു നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലോറസൻറ്റ് ഗ്രീൻ കളറാണ്, ഒലിവ് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, ലൈലാക്ക്, പീകോക്ക് ഗ്രീൻ, ബ്ലാക്ക് ആൻഡ് ഫൈനലി വരുന്നത് വൈറ്റ് ആണ്. നമുക്ക് ദുപ്പട്ടയായിട്ട് കൂടി യൂസ് ചെയ്യാനും കൂടി വളരെ നല്ലതാണ്. 115 ആണ് മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ട ഐറ്റം തന്നെയാണ്. ചന്തേരി ഫാബ്രിക്കിലേക്ക് ഇതേപോലെ ചെക്സിൻ്റെ ഡിസൈൻ നല്ല ബ്യൂട്ടിഫുൾ ബോർഡർ ബോട്ടം പാർട്ടിലേക്ക് വരുന്നതാണ്. വൺ സൈഡ് ഒരു സ്മോൾ ബോർഡർ കൂടി വരുന്നുണ്ട്. ഇത് ഈക്വലി നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനും സാരിക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് 150 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് റെഡ് ടു ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ടീൽ ഗ്രീനിലേക്ക് മെറൂണിൻ്റെ കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആൻഡ് ഗ്രീനിൻ്റെ കോമ്പിനേഷൻ ആണ്. ആൻഡ് ഫൈനലി വരുന്നത് ഗ്രീൻ ടു റെഡിൻ്റെ കോമ്പിനേഷൻ ആണ്. വീണ്ടും കസ്റ്റമേഴ്സ് അതേപോലെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് വീണ്ടും ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. 150 ആണ് മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. നെക്സ്റ്റ് വരുന്നത് ബിഗ് വിഡ്ത്തുള്ള വെർട്ടിക്കം ഫാബ്രിക്സ് ആണ്. ഇത് നമുക്ക് കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ കുർത്ത മേക്ക് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. 56 ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിലാണ് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി കളേഴ്സ് വന്നായിരുന്നു. അതിൽ മിക്കതും നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നല്ലൊരു ഡാർക്ക് പിങ്കിലേക്ക് ഒരു ഐവറി കളർ ഫ്ലവേഴ്സ് വരുന്നതാണ്.
ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 205 per മീറ്റർ ആണ്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ ഇതേപോലെ തന്നെ പീച്ച് ഫ്ലവേഴ്സ് ആണ് വരുന്നത്. 56 ഇഞ്ചസ് ആണ് വിഡ്ത്ത്, 205 ആണ് മീറ്റർ റേറ്റ്. ആൻഡ് ഫൈനലി വരുന്നത് ക്രീമാണ്. ക്രീമിലേക്ക് ഇതേപോലെ തന്നെ പീച്ച് ഫ്ലവേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ്. നമ്മുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്ന ഫാബ്രിക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ മുകളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ കൂടി ചെയ്യുക കേട്ടോ. മറ്റ് കളക്ഷൻസുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.